ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വെറുമൊരു മുഖ്യമന്ത്രി എന്നതിലുപരി വടക്കുകിഴക്കൻ ഇന്ത്യയിൽ BJPയുടെ കരുത്തുറ്റ മുഖമായി അദ്ദേഹം മാറിയിരിക്കുന്നു. അസമിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് അതൊരു വലിയ ഐഡിയോളജിക്കൽ ഡിഫീറ്റ് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ പരാജയമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ വസ്തുതകളെന്ന് നോക്കാം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. 2015 അദ്ദേഹം BJPയിൽ ചേരുന്നത്. കേവലം പാർട്ടി മാറുകയല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് അസമിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഹിമന്തയുടെ വിജയം BJPയുടെ ഹിന്ദുത്വ അജണ്ടയും അസമിലെ പ്രാദേശിക ദേശീയതയും തമ്മിലുള്ള കൃത്യമായ സംയോജനമാണെന്നാണ്. മുൻപ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന സെക്യുലറിസം എന്ന ആശയത്തെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ആസാമീസ് ഐഡന്റിറ്റി സംരക്ഷിക്കാൻ BJPക്ക് കഴിയൂ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അസമിലെ രാഷ്ട്രീയത്തിൽ മുസ്ലിം കുടിയേറ്റം എപ്പോഴും ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ പ്രസംഗങ്ങളിലൂടെയും നയങ്ങളിലൂടെയും ഈ വിഷയം നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്നു. മിയ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള, അതായത് ബംഗാളി വംശജരായ മുസ്ലിങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പലപ്പോഴും വിവാദമായിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രകാരം ഇത് ബോധപൂർവമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അസമിലെ തദ്ദേശീയരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കുക എന്നതിലുപരി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഒരു ധ്രുവീകരണം അവിടെ നടക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷമായ കോൺഗ്രസിനോ AIUDF-നോ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയം മാത്രമല്ല, ഭരണപരമായ മികവും ഹിമന്തയുടെ കരുത്താണ്. അരുണോദയ് പോലുള്ള പദ്ധതികൾ വഴി സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വികസനത്തിന്റെ തിളക്കത്തിൽ പലപ്പോഴും തീവ്രമായ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയെ വെറുമൊരു നേതാവായിട്ടല്ല, മറിച്ചൊരു പ്രശ്ന പരിഹാരകരനായിട്ടാണ് അസമിലെ വലിയൊരു വിഭാഗം കാണുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ മേഖലയിലും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ തള്ളിക്കളയാനാവില്ല. എന്തുകൊണ്ടാണ് അസമിൽ പ്രതിപക്ഷം ദുർബലമാകുന്നത്? ഇതിന് കൃത്യമായ മറുപടിയും രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നുണ്ട്. BJP ഉയർത്തുന്ന തീവ്ര ദേശീയതയെ നേരിടാൻ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. വോട്ട് വിഭജനം തടയുന്നതിൽ വന്ന പരാജയവും ഹിമന്തയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ അവർക്ക് അടിപതറാൻ കാരണമായി. ഐഡിയോളജിക്കൽ ഡിഫീറ്റ് എന്നാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ആശയപരമായ പോരാട്ടത്തിൽ BJP അസമിൽ വിജയിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ വിജയം വരാനിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സൂചനകൾ വലുതാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP പടരുന്നതിന്റെ പ്രധാന ചാലക ശക്തിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. കേവലം വോട്ട് കണക്കുകളല്ല, മറിച്ച് ജനങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നതാണ് ഹിമന്തയുടെ ഏറ്റവും വലിയ നേട്ടം.